വിശേഷണവധമുള്ള ഒരേ ഒരാൾ മാത്രമേ ഇന്ത്യയിൽ ജീവിച്ചിരുന്നുള്ളൂ. അത് നമ്മുടെ പ്രിയങ്കരനായ കോൺഗ്രസിൻ്റെ നെടുനായകനായ ബഹുമാന്യനായ ശ്രീ കെ കരുണാകരൻ അവർകളാണ്. അദ്ദേഹമാണ് ഇന്ന് കാണുന്ന കോൺഗ്രസിൻ്റെ തലമുറയിലെ രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാൽ അടക്കം ഇന്ന് കാണുന്ന എല്ലാ നേതാക്കന്മാരെയും പടുത്തുയർത്തിയത്, കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കരുത്തേകിയത്. ഇന്ത്യയിലെ തന്നെ പ്രധാനമന്ത്രിമാരെ സൃഷ്ടിക്കുന്നതിൽ പോലും നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് നൽകിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ വലുതാണ്. ഇടതുപക്ഷ വിശ്വാസികൾ പോലും പറയുന്നത് അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയം സെക്രട്ടേറിയറ്റ് എപ്പോഴും ഉണർന്നിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്, സജീവമാണ്. അദ്ദേഹം സ്പീഡാണ് എല്ലാ കാര്യങ്ങളിലും. അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഇത്രയും തൻ്റെ ഇടമുള്ള ഒരു വ്യക്തിത്വം ഇന്ന് വരെ നമ്മുടെ പാർട്ടിയിൽ മാത്രമല്ല, ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ, ഒരു നേതാവെന്ന നിലയിൽ ഉണ്ടായിട്ടില്ല. അത്ര ദിഷണാശാലിയായ, പ്രവർത്തന സജ്ജനായ ഒരു വ്യക്തിയായിരുന്നു ശ്രീ കെ കരുണാകരൻ. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമാണ് ഇന്ന്. പാർട്ടി പ്രവർത്തകരായ ഞങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നു. വെട്ടുവഴി ബൂത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ പരിപാടിയിൽ ഇവിടെ സജീവ്, മുഹമ്മദ്, റാഫി, ലത്തീഫ്, വിവർസനംപിള്ള, അബ്ദുൽ കലാം തുടങ്ങി ഒട്ടനവധി പ്രവർത്തകർ അദ്ദേഹത്തിന് പുഷ്പാർച്ചന നടത്തുവാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരിക്കൽ കൂടി ബഹുമാന്യനായ ലീഡർക്ക് മുമ്പിൽ പൂർണ്ണ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പുഷ്പാർച്ചന നടത്തുകയാണ്. ഇനി എല്ലാം കിട്ടാറ് അദ്ദേഹത്തിന് പൂർണ്ണ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് എന്നും നിത്യശാന്തി ഉണ്ടായി കോൺഗ്രസ് പ്രസ്ഥാനത്തെയും നമ്മുടെ രാജ്യത്തെയും കരുതലോടെ മുന്നോട്ട് പോകുന്നതിന് ഇന്നത്തെ തലമുറയ്ക്ക് കരുത്തേകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി പ്രണാമം അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്.